ഹലോ ഗായ്സ്, എൻ്റെ പേര് വാണി. ഞാനിവിടെ കാനഡയിൽ എഡ്മണ്ടൺ എന്നൊരു പ്ലേസിലാണ് താമസിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അഭിലാഷ്. ഞങ്ങൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡ് സെറ്റിലായിട്ട് കുറച്ച് നാളായി. ഞാനിപ്പോൾ ഒരു ജനുവരിയിലാണ് ഇവിടെ കാനഡയിലേക്ക് വന്നത്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. കുറേ ഫ്ലോപ്സ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ കമൻറ്റ് വഴി നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം എന്തായാലും കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇറ്റ്സ് മീ നാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചെറിയ ബ്യൂട്ടി ടിപ്പായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ബ്യൂട്ടി ടിപ്പിലേക്ക് പോയാലോ? അപ്പോൾ ഞാനിന്ന് ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. നേച്ചേഴ്സ് എസൻസിൻ്റെ ഒരു ഫേസ് വാഷാണ്. അപ്പോൾ അതൊന്ന് എല്ലാവരും കണ്ടു നോക്കൂ കേട്ടോ. ഇതാണ്, ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് നമുക്ക് ഒരു ഫേസ് വാഷിൻ്റെ ഒപ്പം 4 പ്രൊഡക്റ്റും കൂടെ, അതായത് നമുക്ക് ഈ ഫേഷ്യൽ ചെയ്യാനായിട്ട് 4 പ്രൊഡക്റ്റും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഫസ്റ്റ് വൺ നമുക്കൊരു ക്ലെൻസറാണ്. എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ ഒരു നോറിഷ്, ഒരു എന്താ പറയുക, സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊഡക്റ്റിൻ്റെ തന്നെ ഒരു ചെറിയ ട്യൂബാണ്. അത്രയ്ക്കൊന്നും അതിലില്ല, എന്നിരുന്നാലും നമുക്കൊരു 5 ടൈംസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഒരു പോളിഷ് ക്രീം പോലെയാണ്, ഒക്കെ ഒരു ക്രീമി ഫോമിലാണ് ഇത് വരുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്. അതായത് ഇത് കുറച്ച് നമുക്ക് ടൈം വേണ്ടി വരും. നമുക്ക് ഫേസിലിട്ടാൽ തന്നെ കുറച്ച് ഗ്ലോ ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിന് കുറച്ചിങ്ങനെ ഒരു പ്ലംബി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ അടുത്തും കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒട്ടും ഇൻട്രോ കൂടുതൽ ലാഗ് ചെയ്യുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഹെയർ ഒന്ന് ഒരു ബാൻഡ് ഇട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഫേസിൽ മാത്രമല്ല, അപ്പം എന്താ വെച്ചാൽ ഹെയർ ഇവിടെ വന്ന് നമുക്കതൊരു ബുദ്ധിമുട്ടാവേണ്ടെന്ന് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ ബാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ ഫേസ് വാഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ കുറച്ചെടുത്താൽ മതി. കുറച്ച് ഫേസ് വാഷ് എടുക്കുന്നു. ദെൻ അതൊന്ന് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ കുറച്ച് വെള്ളം എടുത്ത് അതൊന്ന് ഡൈല്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ ഫേസ് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വേണം നമ്മൾ ആദ്യം ഫേസ് വാഷ് യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ ജസ്റ്റ് സോപ്പ് തേക്കുന്ന പോലെ തന്നെ ജസ്റ്റ് 2 കൈയിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ജസ്റ്റ് ഫേസിലൊന്നിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്തു. ദെൻ ഞാനൊന്ന് ഈ ക്ലോത്ത് വെച്ച് വൈപ്പ് ചെയ്യാണ്. നമ്മൾ വൈപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഉടയ്ക്കരുത് ഒരിക്കലും. അത് നമ്മുടെ സ്കിന്ന് കുറച്ച് ഡ്രൈ ആക്കും. അതുപോലെ ഡ്രൈ മാത്രമല്ല, നമുക്കൊരു എന്താ പറയുക, ഒരു സ്മൂത്ത്നെസ് ഒന്നും തോന്നില്ല. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒക്കി എടുക്കാനേ പാടുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്തു, നിങ്ങൾ കണ്ടുള്ളൂ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോത്ത് വെച്ച് വൈപ്പ് ചെയ്തു. ദെൻ ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് ഞാൻ പോവുകയാണ്, ക്ലെൻസറിലേക്ക്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ക്ലെൻസർ കുറച്ച് കയ്യിലേക്ക് എടുക്കുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും, ഒരു ക്രീമി ഒരു ഇതായിട്ടാണ്. അപ്പോൾ ആ ഒരു ക്രീമി ഫീൽ തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് അബ്സോർബ് ആവും. അതായത് നമ്മൾ സ്കിന്നിലേക്ക് ഇടുമ്പോഴേക്കും നമുക്ക് അത് കാണാൻ പറ്റും. അതായത് വേഗം അത് ഡ്രൈ ആയി ഉണങ്ങിപ്പോകും. അങ്ങനെ ഞാനത് കയ്യിലേക്ക് എടുത്തു. നമ്മുടെ ഫസ്റ്റ് ചെയ്യുന്ന ഒരു
ക്രീം ലുക്ക് ആണെങ്കിലും പക്ഷെ നമ്മുടെ ഫേസിലേക്ക് വരുമ്പോൾ ഒരു സ്ക്രബ് ഫീൽ ആയിരിക്കും. ദെൻ ബാക്കിയുള്ള 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രീം പോലെ തന്നെയാണ്. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും ഒരു ക്രീമി ഫീൽ തന്നെയാണ് കേട്ടോ. ഫേസിൽ ചെറുതായിട്ടൊരു ഗ്ലോ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഞാൻ ഇത് വൈപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോവാണ്. അപ്പൊ നമ്മള് എന്താ പറയാ, ഒരു നറിഷ്മെന്റിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഈ ഒരു ക്രീമി ഫോം തന്നെയാണത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ഞാൻ കുറച്ച് കയ്യിലേക്ക് എടുത്തു, അപ്ലൈ ചെയ്തു, നമ്മളിത് മസാജ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ നമ്മള് എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ ടോപ്പ് ടു ബോട്ടം എന്നൊരു ലെവലിലാണ് നമ്മൾ മസാജ് കൊടുക്കേണ്ടത്. ഒരിക്കലും നമ്മൾ ഇങ്ങനെ വന്ന് മസാജ് ചെയ്യരുത്. അതായത് നമ്മുടെ ഫിംഗർ മുകളിലോട്ട് പോയി താഴേക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ മസാജ് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ മസാജ് ചെയ്യുന്നത് 15 മിനിറ്റ്സ് ആണ്. നിങ്ങളിത് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിൽ തന്നെ അവൈലബിൾ ആണ്. അങ്ങനെ ഞാൻ സെക്കൻഡ് സ്റ്റേജിലും 15 മിനിറ്റ് ഞാൻ മസാജ് ചെയ്തു. ദെൻ അത് ഞാൻ വാഷ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് തേർഡ് സ്റ്റെപ്പിലേക്കാണ്. അതിനു മുന്നേ ഞാൻ നിങ്ങളോടൊരു കാര്യം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അങ്ങനെ അത്ര ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ ഇത് ഞാൻ എങ്ങനെയായാലും മാസത്തിൽ ഒരു തവണ ഞാനിത് യൂസ് ചെയ്യാൻ നോക്കാറുണ്ട്. കാരണം നമുക്കങ്ങനെ പാർലറിൽ പോകേണ്ട ആവശ്യമില്ല, വീട്ടിലിരുന്ന് ചെയ്യാം. അങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളത് കാരണം തന്നെ ഇത് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേർഡ് സ്റ്റെപ്പിലേക്ക് പോവാം. ഈ ക്രീം എടുത്തു. ദെൻ നമ്മുടെ തേർഡ് സ്റ്റെപ്പാണ് ഇത്. നമ്മൾ 10 മിനിറ്റ്സ് ആണ് നമുക്കിത് മസാജ് ചെയ്യേണ്ട ഒരു ടൈം. അത് നമ്മൾ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ഔട്ട് ചെയ്യും. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് നമുക്കറിയാം, ഇങ്ങനെ പെട്ടെന്ന് അബ്സോർബ് ആവുന്നത് നമുക്ക് മനസ്സിലാവും. തേക്കുമ്പോൾ എന്തായാലും നമ്മൾ കണ്ണിലേക്ക് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക എന്താ പറയുക, ഒരു ഗ്യാസ് ഫോം പോലെയാണ്. നമുക്കത് കണ്ണിലേക്ക് ആയിക്കഴിഞ്ഞാൽ കണ്ണുനീർ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇറിറ്റേഷൻ തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക, അങ്ങനെ ആവാതിരിക്കാനായിട്ട് കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യാം. അറിയാം, പെർഫെക്റ്റ് എന്ന് കേൾക്കുമ്പോഴേ അറിയാം നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ലുക്കിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ 4th സ്റ്റെപ്പാണിത് നമ്മുടെ. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇത് കയ്യിലേക്ക് എടുക്കുന്നു, അപ്ലൈ ചെയ്യുന്നു, കുറച്ച് നേരം അത് ലീവ് ചെയ്യുന്നു. ദെൻ നമ്മളിത് വാഷ് ചെയ്ത് നമ്മുടെ 4th സ്റ്റെപ്പും കംപ്ലീറ്റ് ആവുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ നല്ലൊരു ഫീല്. അങ്ങനെ ഞാനിത് ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മളൊരു ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് അബ്സോർബ് ആവും. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് വല്ലാതെ ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു 10 മിനിറ്റ്സ് മസാജ് ചെയ്യുക. ഗ്ലോ ഫീൽ ചെയ്യണം എന്നാണെങ്കിൽ നമുക്കത് അങ്ങനെ ഫേസിൽ അതങ്ങനെ ലീവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇതിവിടെ വാഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എൻ്റേതായിട്ടുള്ളൊരു ക്രീം ഞാനത് ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ക്രീം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്യുന്ന ക്രീം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തു, വൈപ്പ് ചെയ്തു. അപ്പോൾ എന്താ പറയുക, കാണുന്നുണ്ടാവും എൻ്റെ ഫേസിലൊരു ഗ്ലോ, അതുപോലെ തന്നെ ഒരു വൈറ്റിഷ് ഒരു കളർ പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും.
അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യണം. എനിക്കത് യൂസ് ചെയ്ത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചത് 243 അത്രയും കണ്ടേ ആയിട്ടുള്ളൂ, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയ വീഡിയോ ആക്കാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.